തിരുവഞ്ചൂരും സതീശനും ധനമന്ത്രി ബാലഗോപാലിനെ വട്ടം ചുറ്റി അടിച്ചിരുത്തുന്ന കാഴ്ചയാണ് ഇന്ന് സഭയിൽ കാണുന്നത്. കൊല്ലം സമ്മേളനത്തിന് ഖജനാവിൽ നിന്നും 2 കോടി എടുത്തു കൊടുത്തതിന്റെ തെളിവ് ഉത്തരവായി തിരുവഞ്ചൂർ എടുത്തു കാണിക്കുമ്പോൾ ഇരുന്നിടത്തു നിന്ന് ധനമന്ത്രിക്കൊന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. സാമ്പത്തിക വർഷം തീരാനായിട്ടും ഈ സർക്കാർ പകുതിയിലെത്തി നിൽക്കുകയാണെന്ന് സതീശനും തുറന്നടിച്ചു. സതീശനും തിരുവഞ്ചൂരും കൂടെ ധനമന്ത്രിയെ വട്ടമിട്ടുകൂടുന്ന ആ വീഡിയോ ഒന്ന് കാണാം. സർ, കൊല്ലം സമ്മേളനത്തിൽ PRD വകുപ്പിൽ നിന്നും 2 കോടി രൂപ കൊടുത്തതിൻ്റെ ഗവൺമെൻറ് ഓർഡർ എൻ്റെ കയ്യിലുണ്ട്, അവിടെ എക്സിബിഷൻ നടത്തുന്നതിന് വേണ്ടി. സർ, ദയവായിട്ട് അത് അങ്ങ് പറയാതിരിക്കുന്നത് നല്ലത്. ഞങ്ങൾ പറയാതിരുന്നതാണ്. 2 കോടി രൂപ അങ്ങയുടെ വകുപ്പിൽ നിന്ന് തന്നെ ഇറക്കിയിട്ടുള്ള ഉത്തരവ് പാർട്ടി സമ്മേളനത്തിന്. സാർ, അത് ശരിയാണോ? ഇവിടെ അതാണ് കമ്പാരിസൺ വരാൻ കാരണം. അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് ദയവായിട്ട് അങ്ങേക്ക് ഇവിടെ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഓർഡർ തരും. പാർട്ടി ഓഫീസ് കെട്ടതിനെ ആക്ഷേപിച്ചല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടി ഓഫീസ് കെട്ടിയാൽ നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. പക്ഷേ സംസ്ഥാനത്തെ പദ്ധതികൾ, വികസന പദ്ധതികൾ അനിശ്ചിതമായി വൈകുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ ഓഫീസ് കെട്ടിത്തീർക്കാൻ, ആ ഓഫീസ് വളരെ വേഗത്തിൽ കെട്ടിത്തീർക്കുന്ന അതേ ശുഷ്കാന്തി ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കൂടി കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഉദ്ദേശിച്ചത്. ഏതായാലും ഓഫീസ് കെട്ടുന്നതിനകത്തുള്ള വിഷമം അസൂയൊന്നും അല്ല. ഏതായാലും ഓഫീസ് കെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഓഫീസായി കമ്പയർ ചെയ്തിട്ടുണ്ട്. സർ, ഇവിടെ കൊല്ലത്തെ സമ്മേളനത്തിന് ഹുണ്ടിയെ വെച്ച് കളക്ട് ചെയ്യുന്നതും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുമായിട്ട് ബന്ധമില്ല. PRD ഓരോ ജില്ലയിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെയും ചെയ്തിട്ടുണ്ടാവും പ്രചരണം. PRDയുടെ പ്രചരണം അല്ലാതെ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടൊന്നും PRDയുടെ പ്രവർത്തനം ഞങ്ങൾക്ക് ആവശ്യമില്ല, അതിന്റെ കാര്യമില്ല. ആ പ്രദർശനവും പ്രകടനം ഇനിയുണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലയിലും ഉണ്ടാവില്ലേ? ആ വാർഷികത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏത് സമയത്തും PRD അത് ചെയ്യുന്നതാണ്. അല്ലാതെ ആളുകളുടെ വീടുകളിൽ ഞങ്ങൾ ഹുണ്ടിയെ വെച്ച് കളക്ട് ചെയ്ത കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ വേറെ കാര്യമൊന്നും പറഞ്ഞില്ല മോശപ്പെടുത്താൻ. അദ്ദേഹം അങ്ങനെ പരാമർശം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിൽ നമ്മുടെ പ്രധാന ഇഷ്യൂ ഒന്നും മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും ഇതിനകത്ത് വ്യക്തിപരമായ നേതാക്കന്മാരെയൊക്കെ അവമാനിക്കുന്ന തരത്തിലേക്ക് ഇവിടെ എൽദോസ് സംസാരിച്ച കാര്യത്തിലൊന്നും അദ്ദേഹത്തെ പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവൊന്നും ഇല്ലായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം ചില കമ്പാരിസനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ സഭയുടെ ഒരു അന്തരീക്ഷത്തെ മോശമാക്കേണ്ട കാര്യമില്ല. ഏതായാലും അദ്ദേഹത്തിന് ഇങ്ങനെ ന്യായത്തിന് വേണ്ടി പ്രസംഗിക്കാൻ യോഗ്യതയുള്ള ഒരാളാണെന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നും തർക്കിക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പാട്ട് പാടുന്നത് എന്താണ്, നിങ്ങളുടെ പാട്ട് എന്താണ്? ഈ സ്വയം ഇങ്ങനെ പറഞ്ഞിട്ട് മോശമാവേണ്ട കാര്യമില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും അങ്ങനത്തെ ഒരു ചർച്ചയല്ല ഇതുപോലൊരു സഭയിൽ ഇതുപോലൊരു കാര്യത്തിൽ ഇതുപോലൊരു വിഷയത്തിൽ വേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തായാലും നമുക്ക് നമ്മുടെ കേരളമാണ് സാർ. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കേരളത്തിൽ ഒരേപോലെ ഇത്തരം കാര്യങ്ങളിൽ പങ്കുവഹിക്കുന്ന ആളുകളാണ്. ഫിനാൻസ് ബില്ലാണ് ചെയ്യുന്നത്. സാർ, അങ്ങ് പെർഫോമൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്, ഭയങ്കര ടേക്ക് ഓഫ് ആണെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് മാർച്ച് 23 അല്ലേ? മാർച്ച് 19 ഇന്ന് മാർച്ച് 19. ഇനി 11 ദിവസം 12 ദിവസമാണ് മാർച്ച് 31 സാർ, ഇന്നത്തെ പ്ലാൻ എക്സ്പെൻഡിച്ചർ എത്രയാണ്? എത്ര പെർസെൻറ്റേജാണ്? 54.22% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇന്ന്, ആസ് ഓൺ ടുഡേ. പിന്നെ എന്ത് പെർഫോമൻസ് എന്നാണ് അങ്ങ് അവകാശപ്പെടുന്നത്? പ്ലാനിൻ്റെ 54% ഈ സാമ്പത്തിക വർഷം തീരാനുള്ള ഈ 12-11 ദിവസം മുമ്പുള്ള സ്ഥിതി അങ്ങേക്ക് അവകാശപ്പെടാൻ കഴിയുമോ? സർ, പ്ലാനിൻ്റെ എക്സ്പെൻഡിച്ചർ ട്രഷറി എന്നുള്ള കണക്കെടുക്കുമ്പോൾ അതിനകത്ത് ഫൈനൽ അക്കൗണ്ട്